مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يريد إلى الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل سيروا في الأرض فانظروا كيف كان عاقبة المجرمين. كيف كان عاقبة المجرمين. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എന്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനങ്ങളിൽപ്പെട്ട ഒന്നാണ് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള ആഹ്വാനം. വിശ്വാസികളോട് പറയുന്നുണ്ട്, നിങ്ങള് കാര്യങ്ങള് യഥാവിധി മനസ്സിലാക്കണം. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ, നൂറ്റാണ്ടുകളിലെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഇക്കാര്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു ശേഷം എന്നത്, ക്രിമിനലുകൾ മുജ്രിമൂൻ അവർക്ക് എന്ത് സംഭവിച്ചു എന്നത്, മുക്കദ്ദിബൂൻ അള്ളാഹുവിനെയും പ്രവാചകനെയും കളവാക്കിയ ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നത്, കാഫിറൂൻ നിഷേധികളായ ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നത്, ധിക്കാരികളായ ഭരണാധികാരികൾക്ക് എന്ത് സംഭവിച്ചു എന്നത്, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ ആഹ്വാനം ഉൾക്കൊള്ളുന്ന ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാം. മുഖദ്ദിമയിൽ ഓതി വെച്ചത് സൂറ അൻ-നംലിലെ 69ാമത് വാക്യമാണ്. കുൽ, പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്കുക, വിശ്വാസികളോട് പറയുക, സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. അങ്ങനെ ഫൻദുറൂ, നിങ്ങൾ ശരിക്കും നോക്കി കണ്ടു പഠിച്ചു മനസ്സിലാക്കുക. കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, കുറ്റവാളികൾക്ക്, ക്രിമിനലുകൾക്ക്, അക്രമികൾക്ക് എന്താണ് സംഭവിച്ചത്, അവരുടെ പരിണിതി ആഖിബത്ത് എന്തായിരുന്നു എന്ന് നിങ്ങൾ ശരിക്കും പഠിക്കുക എന്നത്. സമാനമായ സൂക്തങ്ങൾ വേറെ നമുക്ക് കാണാം. ആ സൂക്തങ്ങളുടെ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നത് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നാണ്. ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, വ്യത്യസ്തമായ സന്ദർഭങ്ങളെ, സാമൂഹ്യ ക്രമങ്ങളെ, രാഷ്ട്രക്രമങ്ങളെ, ഭരണക്രമങ്ങളെ ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ അതിന്റെ പാഠങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, കേവലം ആത്മീയമായ നിർദ്ദേശങ്ങളോ ആരാധനാദി കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരം ഒരു സമൂഹം പാലിക്കേണ്ടുന്ന ഏതാനും നിയമവ്യവസ്ഥകളോ മാത്രം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടല്ല ഖുർആനുള്ളത്. അതിന്റെ ഉള്ളടക്കം കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട വലിയ വലിയ സംഭവഗതികളെ ഒരു വിശ്വാസി സമൂഹത്തിന് പാഠമായി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ വളരെ കൃത്യതയോടുകൂടി നല്ല ഉൾക്കാഴ്ചയോടെ ഉൾച്ചേർത്ത് വെച്ചുകൊണ്ടാണ് ഖുർആന്റെ അവതരണം ഉണ്ടായിട്ടുള്ളത്. ആ നിലക്ക് ഒരുപാട് പാഠഭാഗങ്ങൾ ഖുർആനിലുണ്ട്. ഇന്ന് ഖുതുബയിൽ അവിധമുള്ള ഒരു ചരിത്ര സന്ദർഭത്തെ അനുസ്മരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആമുഖം പറയേണ്ടി വന്നത്. സൂറ അർ-റൂം വിശുദ്ധ ഖുർആനിലെ 30ാമത് അധ്യായം മക്കി സൂറയാണ്, മക്കയിൽ അവതീർണമായ സൂറയാണ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരും മക്കയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ എതിരാളികളുടെ ഭാഗത്തു നിന്ന് മർദ്ദനങ്ങളും പീഡനങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം, അതാണ് ആ കാലഘട്ടം. ആ കാലത്താണ് ഈ സൂറ അവതരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗത്ത് ഏതാനും ആയത്തുകൾ ആ കാലഘട്ടത്തിലെ ഒരു ലോകക്രമത്തിലെ സംഭവത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ ലോകക്രമത്തിൽ 2 ലോക വൻ ശക്തികളുണ്ട്. ഒന്ന് റോമും മറ്റൊന്ന് പേർഷ്യയും. റോം കിസ്രമാർ ഭരിക്കുന്ന റോം, പേർഷ്യ കുസ്രു അല്ലെങ്കിൽ റോം കൈസർമാർ ഭരിക്കുന്ന റോം, പേർഷ്യ കുസ്രു അല്ലെങ്കിൽ കിസ്രമാർ ഭരിക്കുന്ന പേർഷ്യ. 2 വൻ ശക്തികളാണ്. ഈ 2 വൻ ശക്തികളും 1000 കിലോമീറ്റർ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മക്കയിൽ നിന്ന്. മക്കയിൽ ഒരു ചെറിയ ഇസ്ലാമിക സമൂഹമേ ഉള്ളൂ.
തിരുനബിയുടെ പ്രവാചകത്വത്തിന്റെ 5-ാം വർഷത്തിലാണ് ഈ സംഭവം. ഈ ഉദ്ധരിക്കപ്പെടുന്ന സൂറത്ത് റൂമിലെ ആദ്യ ഭാഗത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആ പശ്ചാത്തലത്തിലാണ്. അഥവാ ഒരു ഇസ്ലാമിക സമൂഹം ഇങ്ങനെ പച്ച പിടിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ ആ ഇസ്ലാമിക സമൂഹത്തിന്റെ മക്കയിലെ നിലനിൽപ്പ് അപകടത്തിലാണ്, ഭീഷണിയിലാണ്. അവരെ ഉന്മൂലനം ചെയ്യാനും ആ ആദർശത്തെ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭീകരമായ അവസ്ഥയിലേക്ക് അത് എത്തിയിട്ടില്ല. പക്ഷെ അതിന് പറ്റും വിധമുള്ള ഒരവസ്ഥയിലേക്ക് അവർ മാറി വരികയും ഒരുപാട് അശ്ലീല അനാശാസ്യ പ്രയോഗങ്ങൾ നടത്തിയും മർദ്ദിച്ചും പീഡിപ്പിച്ചും പരിഹസിച്ചും ചിലരൊക്കെ വീട്ടിൽ പൂട്ടിയിട്ടും അവരുടെ അടിമകളായിരുന്ന ഒരുപാട് പേർ ഇസ്ലാം സ്വീകരിച്ചവർ അവരുടെ യജമാനന്മാർ അവരെ മർദ്ദിച്ചും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ അവിടെ ഒരു സംഭവം നടക്കുന്നു 1000 കിലോമീറ്റർ അപ്പുറത്ത്. ഇന്നത്തെ പോലെ വിവരങ്ങൾ അറിയാൻ മാർഗങ്ങളില്ല. ഇപ്പൊ ഈ നിമിഷം നിങ്ങൾ പള്ളിയിൽ കയറുന്നതിന് മുമ്പ് ഇറാനിൽ ബോംബ് വീണോ ഇസ്രായേലിൽ വീണോ എന്ന് അറിയാൻ പറ്റുന്ന കാലമാണ് നമ്മുടെ പുതിയ കാലം. അങ്ങനത്തെ ഒരു സംവേദന വിവര കാര്യങ്ങൾ അറിയാനുള്ള വിവരങ്ങൾക്കുള്ള മാർഗങ്ങളുള്ള കാലമല്ല. ഒന്നുകിൽ കച്ചവടത്തിന് വേണ്ടി മക്കയിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ കിട്ടുന്ന വിവരമാണ്. അവര് ഷാമിലേക്കും സിറിയയിലേക്കും, വേനൽക്കാലത്ത് ഷാമിലേക്കും ശൈത്യകാല സിറിയയിലേക്ക് കച്ചവടത്തിന് പോകും. അങ്ങനെ കച്ചവട സംഘങ്ങൾ മുഖേന കിട്ടുന്ന വിവരങ്ങളേ ഉള്ളൂ. അതല്ലെങ്കിൽ പിന്നെ മക്കയിലെ ഹജ്ജ് നടക്കുമ്പോൾ ഹജ്ജിനായും തീർത്ഥാടനത്തിനായും പലരും വരുമ്പോൾ അവരുടെ കിട്ടുന്ന വിവരങ്ങളാണ്. പിന്നെ ഒരു വിവരമാർഗം വഹിയാണ്, അള്ളാഹു തന്റെ പ്രവാചകന്റെ വഹിയാണ്. ഈ ഒരു അത്രയും പരിമിതമായ ഒരു ലോകക്രമമാണ്. അങ്ങനെയുള്ള ലോകക്രമത്തിൽ ഇത്രയും ദൂരത്ത് 2 രാജ്യങ്ങൾ തമ്മിലുണ്ടായ ഒരു യുദ്ധം, ആ യുദ്ധത്തിന്റെ വിജയപരാജയങ്ങൾ മക്കയാകുന്ന ദേശരാഷ്ട്ര അതിർത്തിക്കകത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തെ ബാധിക്കുന്നു എന്ന കാര്യം, അത് അവരിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ, അത് അവരുടെ സാമൂഹിക ക്രമത്തിൽ ഈ മുസ്ലിം സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത്, അതിന് വ്യത്യസ്തമായി ഇനി എന്താണ് സംഭവിക്കേണ്ടത് എന്നൊക്കെ അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ് വഹിയിലൂടെ. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, അതിലെ ഒരു പദപ്രയോഗവും വെറുതെ വൃഥാവിലല്ല. അത് അള്ളാഹു അവതരിപ്പിക്കുന്നത് ബോധപൂർവമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഭാഗം വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചരിത്രത്തിൽ പാഠം ഉൾക്കൊള്ളുക എന്ന ഖുർആന്റെ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന പാഠങ്ങൾ എന്താണ് പുതിയ കാലഘട്ടത്തിൽ എന്നുകൂടി മനസ്സിലാക്കാൻ നമുക്ക് പാടില്ല. നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല നിസ്കരിച്ച് നോമ്പ് നോറ്റ് ദിക്റ് ചൊല്ലി നല്ല കുട്ടികൾ ഭാഗത്ത് ഇരുന്ന് ഞാനും എന്റെ കെട്ടിയോളും കുട്ടികളൊക്കെ ഉപജീവനവും അത്രേ നമുക്ക് ബാധ്യതയുള്ളൂ. അങ്ങനെ ഒരു ഇസ്ലാമാണ് നമ്മൾ പരിചയിച്ചത്. അങ്ങനെ ഒരു ഇസ്ലാമിനെ അല്ല ഖുർആൻ പരിചയപ്പെട്ടത്. അങ്ങനെ ഒരു ഇസ്ലാമിനെ അല്ല ഹബീബായ റസൂലുള്ളാഹി സംവിധാനിച്ചതും. അതുകൊണ്ട് ഈ ഭാഗം പുതിയ കാലഘട്ടത്തെ മുൻനിർത്തി നമ്മൾ അറിയേണ്ടതുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലിഫ് ലാം മീം. ഗുലിബത്തിർ റൂം. റോമ പരാജയപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് പറയാ തുടക്കത്തിൽ റോം എന്ന രാഷ്ട്രം, ഇത് രാഷ്ട്രീയമാണ് കേട്ടോ. രാഷ്ട്രീയം എന്നത് മതത്തിന് ദീന് പുറത്തുള്ള കാര്യമായി കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സംവിധാനങ്ങൾ കൂടിയ കാലഘട്ടമാണ്. രാഷ്ട്രീയം എന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്ര സംബന്ധിയായ കാര്യമാണ്. ഒരു രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കാകെ പരിചയം പാർട്ടി രാഷ്ട്രീയവും കൊടി രാഷ്ട്രീയവും മാത്രമാണ്. നമ്മൾ അതിനകത്ത് പെട്ടുപോയത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മാനവികമായ രാഷ്ട്രീയ പാഠങ്ങൾ പോലും നമുക്ക് ചതുർത്ഥിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് മിമ്പറിൽ വെച്ച് അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ എന്തോ സംഭവിക്കുന്ന പോലെയൊക്കെ നമ്മൾ ആയിപ്പോയത്. നമ്മെ ആരൊക്കെയും തന്നെ ആക്കിയതാണ്. പക്ഷെ അള്ളാഹു പ്രത്യക്ഷ രാഷ്ട്രീയം പറയാം. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം. റോമ ഇതാ പരാജയപ്പെട്ടിരിക്കുന്നു. ക്രൈസ്തവ റോമിന്റെ പരാജയം എന്തിനാണ് അള്ളാഹ് വിശ്വാക്കുന്നത്? അത് തൗഹീദിന്റെ ഭൂമിയൊന്നും അല്ലല്ലോ. പക്ഷെ അള്ളാഹു പറയണം റോം പരാജയപ്പെട്ടിരിക്കുന്നു. ഈ അതിനൽ അറു, നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത്, നിങ്ങളുടെ അപ്പുറത്തെ ഭൂമിയിൽ ഭൂഖണ്ഡത്തിൽ ഇതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഇന്നത്തെ പോലെ രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കാനോ രാത്രി ലാസ്റ്റ് 10 മണിക്കോ 12 വാർത്ത കേട്ടിട്ടോ അനുദിനമുള്ള ചലനങ്ങൾ അറിയാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലല്ല വഹിയിലൂടെ ഉള്ള അറിയിക്കുക. അവർക്കിതേ അറിയാൻ മാർഗം റോമ പരാജയപ്പെട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ ഈ അതിനൽ അറു, നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത്, ഒരർത്ഥം അങ്ങനെയാണ്. അതിനൽ അറു എന്നതിന് താഴ്ന്ന പ്രദേശം, സമതലം, കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, ഉയർന്ന സ്ഥലം, കടലിൽ ഇത്ര കിലോമീറ്റർ ഉയരത്തിൽ, ഇത്ര അടി ഉയരത്തിൽ, ഇത്ര താഴെ എന്നൊക്കെ പറയാറില്ലേ? ആ അർത്ഥത്തിൽ ശരിയാ. കാരണം ഈ യുദ്ധം നടക്കുന്നത് ഡെഡ് സീക്ക് അടുത്ത ബഹ്റുൽ മയ്യിത്ത്,
അത് താഴ്ന്ന പ്രദേശം, ഭൂമിശാസ്ത്രപരമായ അറിവിനെ കൂടി ഇസ്ലാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അതിനുള്ള നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത് ആ താഴ്ന്ന ഭൂമികയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഇത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനം. എന്താ വാഗ്ദാനം? വഹും, അവർ, ഈ പരാജയപ്പെട്ട റോമ, ക്രൈസ്തവ റോം, മിൻ ബഅദി ഗലബിഹിം, അവരുടെ പരാജയത്തിന് ശേഷം സയഗ്ലിബൂൻ, വിജയിക്കും. ക്രൈസ്തവ റോമിന്റെ വിജയത്തെ പ്രവചിക്കുന്ന ഖുർആൻ. നബുവത്തിന്റെ 5-ാം വർഷത്തിലായ സംഭവം. അപ്പൊ റോമ അമ്പെ പരാജയപ്പെട്ടു. റോമയിലെ ഭരണാധികാരി നിവൃത്തിയില്ലാതെ കുസ്തന്തീനിയ, കോൺസ്റ്റന്റിലേക്ക് നാടുവിടേണ്ടി വന്നു. അവിടെ കിസ്ര എന്ന് പറയുന്ന ആ ഭരണകൂടത്തിന്റെ കിസ്ര ചക്രവർത്തിയുടെ സൈന്യം അദ്ദേഹത്തെ ഉപരോധിച്ചു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിൽ അവരായിപ്പോയി. അങ്ങനെ നാട് വിട്ട് ഭരണാധികാരി ഓടിപ്പോയി അഭയം തേടേണ്ടി വന്ന ആ പശ്ചാത്തലത്തിൽ ഇനി റോമ തിരിച്ചു വരും എന്ന് സാധാരണഗതിയിൽ ആർക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ വഹിയായിട്ട് അറിയിക്കുകയാണ്, അവരുടെ പരാജയ ശേഷം അവർ തീർച്ചയായും വിജയിക്കും. കാലവും പറഞ്ഞു, എത്രയും കാലത്തിനകത്ത് എന്ന ബിലർ ഏതാനും കൊല്ലങ്ങൾക്കകത്ത്. ബിലർ എന്ന അറബി ഭാഷാ പ്രയോഗത്തിന് അർത്ഥം 10-ൽ താഴെ വർഷം എന്നാണ്. 9 വർഷം, 3 മുതൽ 9 വർഷം വരെ എന്നാണ്. അപ്പൊ 10-ൽ താഴെ വർഷത്തിൽ 3 മുതൽ 9 വർഷം എന്ന കാലത്ത് അവർ വീണ്ടും ജയിക്കും കേട്ടോ. ആര് ജയിക്കും? റോമ ജയിക്കും. ഏതാനും വർഷങ്ങൾക്കുള്ള വിജയിക്കും. ഇല്ലാഹിൽ അംറു മിൻ ഖബലു വമിൻ ബഅദ്. ആ പ്രയോഗമാണ് നമ്മൾ അടിവരായിട്ട് പഠിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താ? ഇപ്പോൾ തോറ്റ് തുന്നം പാടിയ ഭരണാധികാരി നാട് വിട്ട് ഓടേണ്ടി വന്ന, റോമിനെ കിസ്ര പിടിച്ചടക്കിയ, ആ അധിനിവേശ സംവിധാനം അതിനെ കയ്യിലൊതുക്കിയ, അവിടെ ഇനി ആരെയും ഉയരാൻ സമ്മതിക്കാത്തത്, അതിനെ തങ്ങളുടെ അധീനത്തിൽ നിർത്തിക്കഴിഞ്ഞ ഒരു രാഷ്ട്രക്രമത്തെ നോക്കിയിട്ട് അള്ളവരെ ജയിക്കും. അവര് വീണ്ടും ജയിക്കും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ 10 വർഷത്തിൽ താഴെയുള്ള കാലയളവിൽ. കാരണം എന്താ? ഇല്ലാഹിൽ അംറു മിൻ ഖബലു വമിൻ ബഅദ്. മുമ്പും ശേഷവും കാര്യങ്ങളൊക്കെ അള്ളാന്റെ കയ്യിലാണ്. വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ബോധ്യമാണ് ഈ പറയുന്നത്. രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം നമുക്കുണ്ടാവണം. കാര്യങ്ങളൊക്കെ അള്ളാന്റെ കയ്യിലാണ്. ആരെങ്ങനെ കളിച്ചാലും ശരി, ആ കളി അങ്ങനെ നടക്കാൻ അള്ള സമ്മതിക്കൂല. തമ്പുരാനുണ്ട് അവിടെ. ഇന്ന റബ്ബക ലബിൽ മിർസ, എന്റെ നാഥൻ പതിയിരിക്കുന്നുണ്ട്. അവന് കാര്യങ്ങളൊന്നും അറിയാതെയല്ല ഈ നടന്നുകൊണ്ടിരിക്കും. ഈ നടക്കുന്നതിനൊക്കെ അവൻ അറിഞ്ഞുകൊണ്ടിരിക്കും. അവന് തീരുമാനങ്ങളുണ്ട്, ഇടപെടലുണ്ട്, അവൻ ഇടപെടും. അതുകൊണ്ട് ആ ഇടപെടൽ സംഭവിക്കും എന്ന ഉറച്ച ബോധ്യം വിശ്വാസികളായ നമുക്കുണ്ടാണ്. ഇല്ലാഹിൽ അംറു, അള്ളാഹുവിന്റെ കയ്യിലാണ് അൽ അംർ, കൈകാര്യകർത്തൃത്വം. അതിന്റെ എല്ലാ കാര്യങ്ങളും തമ്പുരാന്റെ കയ്യിലാണ്. മിൻ ഖബലു, മുമ്പും അങ്ങനെ തന്നെയാണ് കേട്ടോ. വമിൻ ബഅദ്, ശേഷവും അങ്ങനെ തന്നെയാണ്. അഥവാ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. യൗമഇദിൻ, അങ്ങനെ റോമ ജയിക്കുന്ന ഒരു നാള് വരുമ്പോൾ, ഇപ്പൊ പരാജയപ്പെട്ട റോമ ജയിക്കുന്ന ഒരു നാള് വരുമ്പോൾ, യൗമഇദിൻ, അന്നേ ദിനം, യഫ്റഹുൽ മുഅ്മിനൂൻ, വിശ്വാസികൾ സന്തോഷിക്കും. ക്രൈസ്തവ റോമിന്റെ വിജയത്തിൽ വിശ്വാസികൾ സന്തോഷിക്കും. അപ്പൊ ഇപ്പൊ വിശ്വാസ സന്തോഷമില്ല. പേർഷ്യ ജയിച്ചു, റോമ തോറ്റു. അതാണ് സംഭവിച്ചത്. പേർഷ്യ റോമിനെ കീഴ്പ്പെടുത്തി. റോമൻ ഭരണാധികാരി നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ആ വിഷയം ഇവിടെ മക്കയിൽ അറിഞ്ഞു. മക്കയിലെ വിശ്വാസികൾക്ക് നിരാശ, അവർക്ക് വലിയ വിഷമം. എന്താ വിഷമത്തിന്റെ കാരണമുണ്ട്. ഇപ്പോ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇറാൻ ഒരു ഭാഗത്തും അമേരിക്ക ഇസ്രായേൽ മറുഭാഗത്തും. അതിന്റെ ജയപരാജയങ്ങളെ കുറിച്ച് അറിയിക്കുന്ന വാർത്തകൾ വരുമ്പോ അത് നമ്മെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ വിശ്വാസികളെ സ്വാധീനിക്കും. ഇറാനോട് ആദർശങ്ങൾ വിയോജിക്കുന്ന ആളുകൾ ഉണ്ടാവട്ടെ. പക്ഷെ മുസ്ലിം സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് നേരെ ഉടയന്മാരായ, കൊടും ക്രൂരനായ ഒരു രാഷ്ട്രത്തിന്റെ താല്പര്യത്തിനു വേണ്ടി, ആ രാഷ്ട്രം രാഷ്ട്രമായി നിൽക്കാൻ അർഹതയുള്ളതല്ല. ഫിലസ്തീൻ മണ്ണ് സ്വന്തമാക്കിയെടുത്ത് ഒരു രാഷ്ട്രീയ ഗൂഢ ആലോചന ഭാഗമായിട്ട് ജൂത സൈനിസവും ക്രൈസ്തവ ഇവാഞ്ചലിസ്റ്റ് മിഷണറി സംവിധാനവും കൂടി നടത്തിയ പ്ലാനിങ്ങിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സംവിധാനം.
ഫിലസ്തീനിലെ മക്കളെ കൊന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട്. ഫിലസ്തീനിൽ നിന്ന് പിടിക്കപ്പെട്ടവരെ കൊന്നുകളയാൻ, വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ അനുവാദം കിട്ടിയതിന്റെ പേരിൽ ഇന്നലെയും മിഞ്ഞാന്നും കുപ്പി പൊട്ടിച്ച് ആഘോഷിച്ച ആ ടീമിനെ നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല. വിഷം കുത്തിവെച്ചു, വെടിവെച്ചു, ഓരോ ഫിലസ്തീനെയും കൊന്നു കളയുകയാണ്. ഏതെങ്കിലും പേരിൽ പിടിച്ചു സ്വന്തം ഉപ്പയെ കൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന മൊഴി പറയിക്കാൻ വേണ്ടി 1 വയസ്സ് കഴിഞ്ഞ കുട്ടിയെ ബീഡി കൊണ്ടും സിഗരറ്റ് കൊണ്ടും കുത്തി മുറിപ്പെടുത്തി മണിക്കൂറുകളോളം പീഡിപ്പിച്ച ആ ഉപ്പയെ കൊണ്ട് ഇവർ ആഗ്രഹിക്കുന്ന മൊഴി പറയിപ്പിച്ച ഭീകരമായ രംഗം നിങ്ങൾ കണ്ടോന്നറിയില്ല. മനുഷ്യത്വം മറയിക്കുന്ന, കണ്ണിൽ നിന്ന് ചോര കരയിപ്പിക്കുന്ന, ഹൃദയം നുറുങ്ങിപ്പോകുന്ന, ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതും നമ്മുടെ മാനസികാവസ്ഥ മാറിപ്പോകുന്ന ആ ലൈവ് വീഡിയോ കാണുമ്പോ നമ്മുടെ ഹൃദയം ചങ്കിലേക്ക് കയറി വരും വിധം ശ്വാസമുട്ട് അനുഭവിക്കുന്ന പ്രതിസന്ധിയുള്ള ഒരു കാലത്ത് ജീവിക്കാൻ നമ്മൾ. ആ ക്രൂരന്മാർ അപ്പുറത്ത് ഒരു മുസ്ലിം രാജ്യത്തിന് നേരെയും ഇതേ ശ്രമം നടത്തുന്നു. യഥാർത്ഥത്തിൽ ലോക ശക്തികൾ ഇസ്ലാമിക സമൂഹ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വാസികൾക്ക് മനപ്രയാസം ഉണ്ടാവും. ഇവിടെ മക്കയിൽ പ്രയാസം ഉണ്ടായി. പേർഷ്യ മജൂസികൾ, അഗ്നി ആരാധകരായ പേർഷ്യ, വിഗ്രഹാരാധകരായ മക്കാർക്ക് അവരുമായിട്ടാണ് ഇഷ്ടം. അതാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം. പേർഷ്യ വിശ്വാസികളല്ല, അഗ്നി ആരാധകർ, വിഗ്രഹാരാധകരായ മക്കാർക്ക്, ഖുറൈശികൾക്ക്, ഈ തിരുനബിയുടെ എതിരാളികൾക്ക് ഏറ്റവും ഇഷ്ടവും അടുപ്പവും പേർഷ്യയോടാണ്. അതുകൊണ്ട് പേർഷ്യയുടെ ജയം മക്കാർക്ക് ആഘോഷമായി. അതാണ് ഇതിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം. ഓരോ വിഷയങ്ങളും മുസ്ലിമീങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് അള്ളാഹ് പഠിപ്പിച്ചില്ല. നമ്മളൊന്നും ബാധിക്കാത്തവരായിട്ട് നിസ്കരിച്ച് നോമ്പോറ്റ് ജീവിക്കാൻ തീരുമാനിച്ചില്ല. ഇത് മാത്രം വൈരുദ്ധ്യമാണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് വിശുദ്ധ ഖുർആന്റെ അവതരണം ഇങ്ങനെ കണ്ടശയായി തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 5 വർഷമായിട്ടുള്ളൂ. 23 കൊല്ലക്കാലത്തെ പ്രവാചകത്തിന്റെ 5 വർഷത്തിൽ തന്നെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ഓരോ കോണിലും നടക്കുന്ന സംഭവഗതികളുമായി നമുക്കൊരു ബന്ധവുമില്ല എന്ന് വിചാരിക്കുന്നിടത്ത് വിശ്വാസിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് കുറവുണ്ട്, ന്യൂനതയുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പേർഷ്യക്കാർ ജയിച്ചപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ആഹ്ലാദ അർമാദത്തിലായി. റോമ തോറ്റിരിക്കുക. റോമ വിശ്വാസി റോമയാണ്, സംഗതി ക്രൈസ്തവ റോമ, അഹ്ലി കിതാബ. ഇവിടെ മക്കക്കാരിലെ മുസ്ലിമീങ്ങള് ക്രൈസ്തവരല്ലല്ലോ. പക്ഷെ ക്രൈസ്തവ റോം വിശ്വാസികൾ തോറ്റു, വിശ്വാസികളല്ലാത്ത ബഹുദൈവ ആരാധകർ ജയിച്ചു. ഇതാണ് വിഷയം. അതുകൊണ്ട് മക്കയിലെ മുസൽമാന്മാർ ചൂടിപ്പോയി. കാരണം റോമ തോറ്റപ്പോ ഇവർക്കെതിരെയായി അവിടെ അപഹാസം. ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്ക്, ഇസ്രായേലിന്റെ ഇല്ലാത്ത വിജയത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് സോഷ്യൽ സംഘപരിവാരം മുസ്ലിം സമൂഹത്തെ കൈകാണുന്ന രീതി അത് നോക്കുന്നവർക്കറിയാം. നിങ്ങൾ എത്ര പേർ നോക്കുന്നത് എനിക്കറിയില്ല. അമേരിക്കയുടെ വാചോടോപങ്ങളെ, മാഡ് മാൻ, ഒരു ഭ്രാന്തന്റെ ജൽപ്പനങ്ങളെ വിജയ ആഘോഷങ്ങളായി എടുത്തിട്ട് ഇവിടത്തെ സംവിധാനത്തെ താങ്ങുന്ന പത്രങ്ങൾ അത് വെച്ചുകൊണ്ട് നരേഷൻ വായിക്കാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. വായിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഖുർആൻ ഈ പറയുന്ന വർത്തമാന മർമ്മത അങ്ങനെ അങ്ങോട്ട് അതൊക്കെ അവഗണിച്ചിട്ട് ഒരു ഇസ്ലാമുമായിട്ട് പോകാൻ തീരുമാനിച്ചാൽ അതൊരു ശരിയായ പോക്കാവില്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മക്കയിലെ മുസൽമാന്മാർക്ക് എതിരെ കണ്ടോ, വഹിയില്ലാത്ത പേർഷ്യക്കാർ ജയിച്ചില്ലേ? വഹിയുള്ള നിങ്ങളെ പ്രവാചകൻ. അതാണ് വിശുദ്ധ ഖുർആൻ തഫ്സീർ ശരിക്കും പറയുന്നത്. നമ്മൾ സമയപരിമിതി കൊണ്ട് അറബി ഉദ്ധരണങ്ങൾ ഉദ്ധരിക്കുന്നില്ല. വഹിയുള്ള ആളുകളാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞ വേദക്കാർ, അവര് തോറ്റില്ലേ? വഹിയില്ലാത്ത ഞങ്ങൾ വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടിൽ ബഹുദൈവ ആരാധനാ സംവിധാനത്തിന് വേദങ്ങളില്ല. അഹ്ലി കിതാബുകാർ എന്ന് പറയുന്ന വേദമുള്ള ആൾക്കാരാണ്. അഹ്ലി കിതാബുകാർ കുതുബ് സമാവി, ആകാശ ലോകത്ത് നിന്ന് ലഭ്യമായ വേദമുള്ളവരാണ്. അത് യഹൂദ, ക്രൈസ്തവ, മുസ്ലിം വിഭാഗങ്ങളാണ്. അങ്ങനെ ആ പരമ്പരയിൽ ഇറങ്ങിയ 4 വേദങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നമുക്കതറിയാം. അതിൽ അവസാന വേദമാണ് ഖുർആൻ. നിങ്ങൾ വഹിയും വേദമുള്ള നിങ്ങളെ തോൽപ്പിച്ചു കളയും, നിങ്ങളെ ഇല്ലാതാക്കും എന്നതായിരുന്നു മക്കയിലെ ചർച്ച. നിലനിൽക്കുന്ന ഒരു ഭൂമികയിൽ ഒരു മുസ്ലിം സമൂഹത്തിന്റെ എതിർപക്ഷത്ത്
അവരുടെ ശാസ്ത്രവം പുലർത്തി അവർക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന കൂട്ടർ ലോകത്ത് നടക്കുന്ന സംഭവഗതികളെ മുസ്ലിം സമൂഹത്തിന് എതിരെ ഉപയോഗിക്കുന്നു എങ്കിൽ അവിടെ സൂറത്ത് റൂം പ്രസക്തമാണ്. എങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥ മുസൽമാന്മാർ ഈ പാഠം ശരിക്കും പഠിക്കണം. ഞാനും നിങ്ങളും പഠിക്കണം. കാരണം അവിടെ ഇറാന് ഏൽക്കുന്ന ഓരോ അടിയും, ഫിലസ്തീൻ സംഭവിക്കുന്ന ഓരോ ദുരന്തങ്ങളും ഇവിടെ ആഘോഷമാക്കി മാറ്റിയിട്ട് ഈ സാമൂഹിക ക്രമത്തിനകത്ത് സംഘപരിവാരവും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഫ്രിഞ്ച് ഗ്രൂപ്പുകളുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിന് നേരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, സൂറത്തും ഇന്ന് പ്രസക്തമാണ്. അല്ല ഒരു കാര്യവും വെറുതെ പറഞ്ഞു വെക്കില്ല. അന്നെങ്ങാണ്ട് സംഭവിച്ച ഒരു സംഭവത്തെ ഒരു കഥ പറയുന്ന പോലെ പറഞ്ഞു പോകാനാണോ തമ്പുരാൻ ഈ വിഷയത്തെ ഉന്നയിച്ചത് എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുവോ? എങ്കിൽ നമുക്ക് ഖുർആൻ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ ഖുർആൻ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെയല്ല. അതുകൊണ്ട് അല്ല പറയാം, ഇപ്പൊ നിങ്ങൾ പ്രയാസത്തില. ഇപ്പോഴത്തെ സംഘപരിവാരം നിങ്ങൾക്കെതിരെ, മക്കയിലെ സംഘപരിവാരം അങ്ങനെ തന്നെ വെച്ചോ, അവർ നിങ്ങൾക്കെതിരെ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്കെതിരെയാണ് വർത്തമാനം. നിങ്ങളെയും ഇങ്ങനെ ഇല്ലാതാണ്. ഇസ്രായേൽ ചെയ്തതുപോലെ കൊന്നുകളയണമെന്നല്ലേ ഇവിടെ വെല്ലുവിളി നടന്നുകൊണ്ടിരിക്കുന്നത്? അതാണ്. ഇസ്രായേൽ ചെയ്യുന്ന പോലെ ചെയ്യണം. വീട് പിടിച്ചെടുക്കണം, ബുൾഡോസർ ചെയ്യണം, തകർക്കണം, അവിടെ വസ്തുവകൾ നശിപ്പിക്കണം. ഓരോ ആഘോഷം നടക്കുമ്പോഴും ഉത്തരേന്ത്യയിൽ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ നിലനിൽപ്പ് തകർന്നുകൊണ്ടിരിക്കുക. വീടായിട്ട്, ബിസിനസ് സംവിധാനങ്ങളായിട്ട്. നമ്മളിപ്പോൾ ഇത്തിരി സുരക്ഷിതമാണെന്ന് വിചാരിക്കാം. അതുകൊണ്ട് ആ വിചാരത്തിൽ ഇപ്പോൾ നമുക്കെപ്പോഴും പാർട്ടി രാഷ്ട്രീയവും കൊടി രാഷ്ട്രീയവുമാണ് നമുക്ക് മുഖ്യം. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നമ്മൾ അത് ചിന്തിക്കാം. നിലനിൽപ്പ് അപകടത്തിലായി നിൽക്കുന്ന ഒരു മുസ്ലിം സമുദായം വെച്ച് നീട്ടുന്ന ആനുകൂല്യത്തിന്റെ പിറകെ പോയിട്ട് തന്റെ കയ്യിൽ പ്രയോഗിക്കാനുള്ള ആയുധമാകുന്ന വോട്ട് വിനിയോഗിക്കുന്നുവെങ്കിൽ ആ മുസ്ലിം സഹോദരനും അത്തരം ആളുകളും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അർഹരാകേണ്ടവരാണ്. നിലപാടില്ലാതെ പോകുന്ന ഒരു സമുദായം പാഠം പഠിച്ചേ മതിയാവും. ആരുടെയൊക്കെയോ മുഖത്തിന് കീഴിൽ ആരൊക്കെയോ തെളിക്കുന്ന വഴിക്ക് അവിടെ ഇംഗത്തിനനുസരിച്ച് കിട്ടുന്ന ആനുകൂല്യങ്ങളും പറ്റിയിട്ട് തന്റെ രാഷ്ട്രീയ പ്രയോഗം, തന്റെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ആയുധ പ്രയോഗം, ആ ആയുധ പ്രയോഗത്തെ നിലപാടില്ലാതെ വ്യയം ചെയ്യുന്ന ഓരോ മുസൽമാനും തമ്പുരാന്റെ ശിക്ഷയ്ക്ക് അർഹരാകാതിരിക്കാൻ ന്യായമില്ല. വിശുദ്ധ ഖുർആന്റെ ഈ പാഠങ്ങൾ ശരിക്കും പഠിക്കുമ്പോൾ ഇത് ആത്മാർത്ഥമായിട്ട് പറയാം. ഇവിടുത്തെ വരുന്ന വർത്താൻ നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് പറയാതിരുന്ന നമ്മൾ കുറ്റവാളികളായിരിക്കും. അതുകൊണ്ടല്ല പറയാ, വിഷമിക്കണ്ട. ഈ കാണുന്നതല്ല കേട്ടോ, ഇത് മാറും. ഏതാനും കൊല്ലം കഴിഞ്ഞാൽ അവർ ജയിക്കും. ആര്? റോമ ജയിക്കും. ഇപ്പോൾ തോറ്റു കിടക്കുന്ന റോമ ജയിക്കും. അപ്പൊ ആര് സന്തോഷിക്കും? അന്ന് മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. അള്ളാന്റെ വചനം നോക്കൂ നിങ്ങൾ. വയോമദിന, അന്നേ ദിനം യഫ്റഹുൽ മുഅ്മിനൂൻ. മുഅ്മിനൂൻ എന്നാ. റോമക്കാർ സന്തോഷിക്കുന്നല്ല, നാട്ടുകാരുമൊക്കെ സന്തോഷിക്കുന്നല്ല, മർദ്ദ സന്തോഷിക്കുമെന്നല്ല. അന്ന് മുഅ്മിനീങ്ങൾ സന്തോഷം. മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിഷയത്തെ അല്ലാഹ് അവതരിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിഷയം. സഹോദരന്മാരെ, ഒരു കാര്യം നമ്മൾ അറിയാം. ഈ ആയത്തിന്റെ വിഷയത്തിൽ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, ഈ ആയത്തിന്റെ മുഖ്യ ഉദ്ദേശ്യം ലോകത്തിൽ നടക്കുന്ന സംഭവഗതികളെ കേൾക്കാനും കാണാനും പഠിക്കാനും നിരീക്ഷിക്കാനും നിലപാട് സ്വീകരിക്കാനും വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട് എന്ന കാര്യമാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത്. മുഫസ്സിരിങ്ങൾ എഴുതി വെച്ച ഭാഗം ആവശ്യക്കാർക്ക് ഉദാഹരണം തരാം. ലോകാഴ്ച നടക്കുന്ന സംഭവഗതികളെ നേരെ വിലയിരുത്താനും പഠിക്കാനും മനസ്സിലാക്കാനും അതിന് പാഠം ഉൾക്കൊള്ളാനും നിലപാട് സ്വീകരിക്കാനും വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട് എന്ന കാര്യം അള്ളാഹ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. റോമ ജയിക്കുന്ന ഒരു കാലം വന്നാൽ അന്ന് നിങ്ങളാണ് സന്തോഷിക്കുക. യൗമഇദിൻ, അന്നേ ദിവസം യഫ്റഹുൽ മുഅ്മിനൂന, വിശ്വാസികൾ സന്തോഷിക്കും. അങ്ങനെ ഒരവസരം വരും, അവർ ജയിക്കുമെന്ന്. ഈ ആയത്ത് ഓതി കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പുറത്തിറങ്ങി. അദ്ദേഹത്തിന് ഭയങ്കര ഈമാനാണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അപ്പടി വിശ്വസിക്കുന്ന ഈമാൻ. അതാണ് സിദ്ദീഖ് എന്ന പേരിന് കാരണമായത്. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് വന്നിട്ട് രാവിലെ കഅബത്തിന്റെ പരിസരത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഞാനിങ്ങനെ പോയി, ഇവിടുന്ന് ഫലസ്തീനിൽ പോയി, ബൈത്തുൽ മുഖദ്ദിസ്, അവിടുന്ന് ഇസ്രാ പോയി, ഏതാണ് മിഅ്റാജ് പോയി, ഇസ്രാ പിന്നെ മിഅ്റാജ്, ഇങ്ങനെ പോയിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോ മുസ്ലിമീങ്ങളായ ചില ആളുകൾ വരെ പറഞ്ഞു പോയി, വട്ടായി പോയോ, സംഭവിച്ചു, ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞു പോയ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതലില്ല, കുറച്ചെണ്ണം.
ഇത് മറ്റവർക്ക് വലിയ ആവേശമായി. എതിരാളികൾ അവരത് എടുത്തു നോക്കി, കണ്ടില്ലേ ആ കക്ഷി എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ജൽപ്പനങ്ങൾ പറയുന്ന കക്ഷി കാണാം വഹി എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഇറങ്ങി. ഇന്ന് സോഷ്യൽ മീഡിയ, അന്ന് അങ്ങനെ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ, കാതോട് അങ്ങ് പറയാ. അങ്ങനെ ഇരിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കുളിച്ചൊരുങ്ങി വേഷം മാറി അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴാണ്, കണ്ടില്ലേ നിങ്ങളെ സാഹിബിന് ഭ്രാന്തായി പോയിട്ടോ, മൂപ്പർ ഇങ്ങനെ പോയത്ര എത്രയും ദൂരം ഫലസ്തീന്റെ, എന്നിട്ട് അവിടുന്ന് 7-ാം ആകാശത്ത് പോയില്ല. മുഹമ്മദ് അങ്ങനെ പറഞ്ഞു എങ്കിൽ അത് ശരിയാണ്, സദഖ്തു, ഞാനത് വിശ്വസിക്കുന്നു. എന്നിട്ടും മുഹമ്മദിനെ കാണാൻ പോയി അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ട് സിദ്ദീഖ് എന്ന പേര് റസൂൽ കൊടുത്തത്. ഇങ്ങനെ ഇസ്ലാമിന്റെ വർത്തമാനങ്ങളെ, വഹീനെ ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്താണ് വിശ്വാസം ജനിക്കുക. നിസ്കാരത്തഴമ്പ് വിശ്വാസത്തിന്റെ അടയാളമായി മാറണമെങ്കിൽ ഈ ബോധം ഉണ്ടാവണം. അള്ളാഹിന്റെ ഖുർആൻ പറയുന്നതാണ്. അല്ലാഹു അക്ബർ. ഇത് ഹബീബായ റസൂൽ അല്ലാഹു അക്ബർ. എന്റെ ഹബീബായ റസൂൽ സഹീഹായിട്ട് പറഞ്ഞൊരു കാര്യമാണെങ്കിൽ ആമൻതു ബിറസൂലില്ല. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞ ആമൻതു ബില്ലാഹ് എന്ന് പറയാൻ കഴിയുന്ന ഈമാനികമായ കരുത്ത് എവിടെയുണ്ടോ അവിടെ സിദ്ദീഖീങ്ങൾ ജനിക്കും. ഉലായിക്കുൽ മുസദ്ദിഖൂൻ ഉലായിക്കും സ്വാദിഖൂൻ ഖുർആൻ പറയുന്നുണ്ട്, അവരാണ് സിദ്ദീഖീങ്ങൾ. വിശുദ്ധ ഖുർആൻ അങ്ങനെ വിശ്വസിക്കാൻ പറ്റണം. അതുകൊണ്ട് ഈ വർത്താനത്തിൽ അബൂബക്കർ സിദ്ദീഖിന് ഒരു സംശയമില്ല. മുപ്പത് നേരെ ഇറങ്ങി ആർക്കിടയിലേക്ക്, ഈ മുശ്രിക്കുകളുടെ ഇടയിലേക്ക്. അപ്പൊ കണ്ടില്ലേ, കേട്ടില്ലേ, തോറ്റില്ലേ, വഹീന്റെ ആൾക്കാര് വേദക്കാര് തോറ്റില്ലേ, ഞങ്ങളല്ലേ ജയിച്ചത്, ജയിക്കും, റോമ ജയിക്കും ഏതാനും വർഷത്തിനകത്ത്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് തെരുവിലിറങ്ങി സംസാരിക്കാൻ പറ്റണം. സമകാലിക രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റണം. അതൊരു രാഷ്ട്രീയ, മക്കയിലെപ്പോ രാഷ്ട്രീയം, റോമ പേർഷ്യ, ഇവിടെ ഇറാൻ, അമേരിക്കൻ, ഇസ്രായേൽ. നിലപാടുള്ള അബൂബക്കർ ഇറങ്ങി ഞങ്ങൾ ജയിക്കും. അപ്പൊ അവർ അതെങ്ങനെ സംഭവിക്കും? ഭരണാധികാരി നാട് വിട്ടു പോയിരിക്കാം, കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് നാട് വിട്ടു പോയിരിക്കുക, അദ്ദേഹത്തെ ഉപരോധിച്ചിരിക്കുക, പുറത്തിറങ്ങാൻ പറ്റില്ല, ഭരണവർഗം അങ്ങനെ ചെയ്തിരിക്കുന്നു, ഇനി ഒരിക്കലും റോമ പൊങ്ങി വരില്ല. പൊങ്ങി വരും, അവർ ജയിക്കും. വെറ്റുവെക്കാനുണ്ട്. അന്ന് ഇസ്ലാമിൽ വെറ്റുവെക്കൽ നിരോധിക്കപ്പെട്ടിട്ടില്ല. വെറ്റുവെച്ചു 5 വർഷത്തേക്കൊന്നും 6 വർഷത്തേക്കൊന്നും ഹദീസിൽ കാണാനുണ്ട്. വെറ്റുവെച്ചിട്ട് റസൂലിന്റെ അടുത്ത് വന്നു അബൂബക്കർ. റസൂൽ തിരിച്ചു പറഞ്ഞു, ബിദ്ർ എന്നല്ലേ പറഞ്ഞിരിക്കണേ, അവർ ഈ പരാജയം വീണ്ടും ജയിക്കും. ഫീ ബിദ്ർ സിനീൻ, സൂറത്ത് റൂമിലെ 4-ാമത് സൂക്തം. ഫീ ബിദ്ർ സിനീൻ, ഏതാനും വർഷക്കാലത്തുള്ളത് 9 വരെ ആകാം. 3-9 വരെയുള്ള കാലം. അതുകൊണ്ട് 5 കൊല്ലം നമ്മളിപ്പോ തെറ്റ് പറ്റൂട്ടോ, 9 കൊല്ലം വരെ ആകാം. പറഞ്ഞ മാതിരി 6 കൊല്ലം കഴിഞ്ഞിട്ടും റോമ ജയിച്ചില്ല. കൂടി അബൂബക്കർ തന്നെ 9 കൊല്ലം ഈ ബിദ്ർ പറഞ്ഞിരിക്കുന്നത്. 9 വർഷത്തിനകത്ത് റോമ ജയിച്ചു എന്ന് മാത്രം സന്തോഷത്തിലാവും. അന്ന് മക്കയിൽ നിന്ന് മദീനയിലായിരുന്നുള്ളത്. 13 കൊല്ലത്തെ മക്ക കഴിഞ്ഞ് മദീന എത്തിയിരിക്കാം. 15-ാം വർഷം. ഇത് 2-ാം വർഷത്തിൽ. 2-ാം വർഷത്തിൽ ബദർ യുദ്ധം നടന്നു. വിശ്വാസികൾ ജയിച്ചു നിൽക്കാം. അപ്പുറത്ത് റോമയിൽ ജയിച്ചു. ഇരട്ട ജയം ആഘോഷിച്ചു മുസ്ലിമീങ്ങൾ. രാഷ്ട്രീയമാണ്, പക്കാ രാഷ്ട്രീയം. ഭയന്നോടുന്നവർ ഭയന്നോടുകയെ നിർവാഹമുള്ളൂ. സാമൂഹ്യ ക്രമത്തിനകത്തെ സംഭവഗതികളെ നേരെ പഠിച്ച് മനസ്സിലാക്കി തങ്ങളുടെ നിലപാട് തറയുന്നുകൊണ്ട് ഇടപെടാൻ കഴിയുന്നവനാണ് ആധുനികത്തിൽ ജീവിക്കാൻ അർഹനായ വിശ്വാസി. ഒളിച്ചോട്ടത്തിന്റെ നിലപാടുമായി കേവലം ആരാധനാദി ദിക്റുകൾ മുറുകെ പിടിച്ചു പോകുന്നവൻ സംഘപരിവാരത്തിന് പണിയെടുക്കും. ഇലക്ഷൻ കാശിൽ കാണാം നിങ്ങൾ. സംഘപരിവാരത്തിന് പണിയെടുക്കുന്ന താടി വെച്ചവർ, തൊപ്പി വെച്ചവർ, നിസ്കാരത്തിറങ്ങുവാർ, പർദ്ദ മസ്ജിദ് എണ്ണം കൂടി വരുന്നുവെങ്കിൽ ഇസ്ലാം പഠിച്ചില്ല പലരും. അവർ ആരാധനകളെ പഠിച്ചുള്ളൂ. മറ്റു മതങ്ങളിലെ ആത്മീകരം പോലെ അത് മാത്രമേ പഠിച്ചുള്ളൂ. ഖുർആൻ പഠിച്ചില്ല. ഖുർആൻ പഠിക്കുമ്പോ ഭൂമിശാസ്ത്രം വരും, ചരിത്രം വരും, ജനപദങ്ങളെ കുറിച്ച് പറയും, ജയപരാജയങ്ങളെ കുറിച്ച് പറയും, ഒരുപാട് കാര്യങ്ങൾ പറയും. അതെല്ലാം ഓതി പുണ്യം നേടാൻ മാത്രമാക്കി വെച്ചിട്ട് ഈ പാഠങ്ങൾ പഠിക്കാതെ പോകുന്ന സമൂഹം ജയിക്കില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ് സംഭവിച്ചു, അന്ന് വിശ്വാസികൾ മനം നിറഞ്ഞ് സന്തോഷിച്ചു. അവർക്ക് ഇരട്ട വിജയം ഉണ്ടായി. ബദറിലെ വിജയം 1, റോമിന്റെ വിജയം 2. ക്രൈസ്തവ റോമിന്റെ വിജയത്തിൽ വിശ്വാസികൾ ആഹ്ലാദം.
എങ്ങനെയാണ് വിജയം? അഭിനേശ്വരിലെ അള്ളാന്റെ സഹായത്തോടെ, ശക്തിയുടെ ആയുധബലത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വിശ്വാസത്തിന്റെ കരുത്തിലും തമ്പുരാന്റെ സഹായം. അപ്പൊ ഗസയുടെ പരാജയമായിട്ട് നമ്മൾ വിലയിരുത്തും, ഗസയുടെ വിജയത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇറാന്റെ നമ്മൾ പരാജയപ്പെടുന്ന ഇറാൻ പരാജയപ്പെട്ട ആഗ്രഹിക്കുന്നവർ ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ട്. ഇന്ത്യയുടെ ഇറാന്റെ പോരാട്ട വിധത്തെ അവർക്ക് ഇസ്ലാമായിട്ട് കാണാൻ കഴിയില്ല. ആദർശമായ വിയോജിപ്പാണ്. പക്ഷെങ്കിൽ ആദർശ വിയോജിപ്പുള്ള ഒരുപാട് മുസ്ലിങ്ങൾ കേരളത്തിലില്ലേ, നമുക്ക് അംഗീകരിക്കാൻ കഴിയും മുസ്ലിം സമൂഹത്തിന്റെ മൊത്തം രീതിയെ. പക്ഷെ അവിടെ മുസ്ലിം ലീഗായിട്ട് കാണുന്നില്ലേ? അപ്പൊ മുസ്ലിമീങ്ങളായിട്ട് പോലും കാണാൻ കഴിയാത്ത വിധം മനസ്സ് കുടുസായി മാറിയ, ഒട്ടും ഇൻഷറാഹുൽ ഖൽബ്, ഹൃദയ വിശാല സാധ്യമല്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടവർക്ക് ഈ ഇസ്ലാം മനസ്സിലാവില്ല. ഇറാന്റെ വിജയത്തെ വിജയമായിട്ട് കാണാൻ കഴിയില്ല. ഫിലസ്തീനു വേണ്ടി നിലനിൽക്കുന്ന ശക്തിയുടെ കരുത്തിനും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോഴും അഭിനവ നമ്രൂദും ഫിറൗനും ഒക്കെയായ അവരെ വെല്ലുന്ന ജൂത സൈനിസവും ഇവാഞ്ചലിസ്റ്റ് ക്രൈസ്തവ ലോബിയും ജയിക്കണമെന്ന് നമ്മൾ മനസ്സ് ആഗ്രഹിച്ചു പോകുന്ന കുടിലത മുസ്ലിം സമുദായത്തെ നിഷ്കളങ്കതയെ ബാധിക്കും, അവരുടെ ഈമാനിനെ ബാധിക്കും. അതുകൊണ്ട് അല്ല പറയാ, നിങ്ങളെ ശരിയല്ല കേട്ടോ ആ വികാരം, ഞാനാ ഇടപെടുന്നത്. പിന്നെ എസ്രില്ല അള്ളാന്റെ സഹായത്തോടെ അള്ള അവരെ ജയിപ്പിച്ചത് റോമിനെ, ക്രൈസ്തവ റോമിനെ. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കും, വിജയിപ്പിക്കും. വഹുവൽ അസീസുർ റഹീം, അവൻ ഉഗ്രപ്രതാപിയും ഏറെ കാര്യം. അസീസ് ഉഗ്രപ്രതാപിയാണ് തമ്പുരാൻ. അവന്റെ പ്രതാപത്തെ വെല്ലാൻ ഇവർക്കൊന്നും സാധിക്കില്ല. അവന്റെ സംവിധാനം ഇവരൊന്നും ഒന്നുമല്ല. നിങ്ങളിപ്പോ കാണുന്ന കാഴ്ചക്കപ്പുറത്താണ് കാര്യങ്ങൾ. അവൻ അസീസാണ്, അവൻ റഹീമാണ്. കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിക്കും. കഴിഞ്ഞില്ല, ഈ വിശദീകരണം ഇവിടെ കൂടെ നിർത്താൻ പറ്റില്ല. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി അന്ന് ജയിച്ച പേർഷ്യ, പിന്നെ 9 കൊല്ലം കഴിഞ്ഞ് ജയിച്ച റോം, അതിനുശേഷം അന്നത്തെ പേർഷ്യ ബഹുദൈവാരാധന പേർഷ്യ ആയിരുന്നെങ്കിൽ ഇന്നത്തെ പേർഷ്യ ഇസ്ലാമിന്റെ ഇറാനാണ്. ആ പേർഷ്യ ഭൂമിശാസ്ത്രം പഠിക്കണേ. അന്ന് മജൂസികളായ പേർഷ്യ, അതിന്റെ ജയം മുസ്ലിങ്ങൾക്ക് വിഷയമായി. അവർ വിഷമിച്ചു. വിശ്വാസികളായ റോമ തോറ്റു. ആ റോമിനെ അള്ള വിജയിപ്പിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് ഇപ്പുറത്തെത്തുമ്പോ ഈ പേർഷ്യൻ ഭൂമികയുണ്ടല്ലോ, ഇറാനും ഇറാഖും സിറിയയും ഒക്കെ ചേർന്ന് കിടക്കുന്ന ആ ഭൂപ്രദേശം ഇസ്ലാമിന്റെ ഭൂമികയാണ്. ചരിത്രം ഒരുപാടുണ്ട് പഠിക്കാൻ. അതാണ് അള്ളവനെ കുൽസീറൂഫില്ലെന്ന് മണിലൂടെ നടക്കണോ, പങ്കുറു എന്നിട്ട് ശരിക്കും നോക്കി കണ്ട് പഠിക്കും. എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ആഹ്വാനമാണ്. ഒരു അരമണിക്കൂർ കുത്തുവക്കകത്ത് അതിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കി, നാം ജീവിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് നമ്മെ ബാധിക്കുന്ന വിഷയമാണ് ലോകാടിസ്ഥാനത്തിൽ ഈ സംഭവഗതികളൊക്കെ. അതുകൊണ്ട് ഇറാൻ യുദ്ധം നമ്മളെ ബാധിക്കും, അത് ഇവിടുത്തെ സംഘപരിവാരം ഉപയോഗപ്പെടുത്തും. അപ്പൊ ആ വക വിഷയങ്ങൾ നമ്മളെ വിഷയമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മൾ അറിയണം, നിലനിൽപ്പ് പ്രതിസന്ധിയിലായി പോകുന്ന ഒരു മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥകളെ പഠിപ്പിക്കുക സൂറത്തും. മക്കയിൽ നിലനിൽപ്പ് പ്രതിസന്ധിയിലായി പോയ മുസ്ലിം സമൂഹമാണ് റസൂലും സഹാബത്തും. അതുകൊണ്ട് അവർക്ക് റോമിന്റെ പരാജയം പ്രയാസമായത്. അതുകൊണ്ട് അവിടുത്തെ സംഘപരിവാരത്തിന് എതിരാളികൾക്ക് പേർഷ്യൻ ജയം വിഷയമായി. നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വിഷയത്തെ കാണാൻ കഴിയും. മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പും അതിന്റെ രക്ഷയും അതിന്റെ സ്വാസ്ഥ്യവും മുഖ്യ വിഷയമായി മാറാത്ത ഒരു മുസ്ലിമും മുസ്ലിമല്ല എന്ന് നിങ്ങൾ പഠിക്കണം. മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പ്, അതിജീവനം, അതിന്റെ സ്വാസ്ഥ്യം, അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം, അത് സുരക്ഷിതമാകാൻ അനുവദിക്കാത്ത വിധം അതിന്റെ എതിരാളികൾ കടന്നു വരാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന നിലപാട് ആര് സ്വീകരിച്ചാലും ശരി, ആ നിലപാടിന്റെ കൂടെ നിൽക്കാൻ വിശ്വാസിക്ക് പറ്റും. ഖുർആൻ നേരെ ചൊവ്വേ അറിഞ്ഞുകൊണ്ട് അംഗീകരിക്കുന്നതിൽ കഴിയില്ല. മുസ്ലിം നാമധാരികൾക്ക് പറ്റും. അതുകൊണ്ട് സിറാത്ത് പാലം അത്ര എളുപ്പമല്ല. അത് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. നിസ്കാരത്ത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എങ്കിൽ ഒരുപാട് പേർ സിറാത്ത് പാലം കടന്നേനെ. അതുകൊണ്ട് സഹോദരന്മാരെ, വോട്ട് ഒരു അമാനത്താണ്. അത് അർഹർക്ക് മാത്രമേ കൊടുക്കാവൂ. എങ്കിൽ ആ അമാനത്ത് വ്യയം ചെയ്യുന്നിടത്ത് മുസ്ലിം സമുദായങ്ങൾക്ക് മുഖ്യ വിഷയമാണ്. കേരളത്തിനകത്തെ സാമൂഹ്യ ക്രമത്തെ കീഴ്മേൽ മറിക്കാൻ ശ്രമിച്ചാൽ അത് നോക്കി നിൽക്കാൻ വിശ്വാസിയായി നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നിലപാടിന്റെ അടിസ്ഥാനം മുന്നോട്ട് പോകണം. അല്ല പറയുന്നു, അമാനത്ത് അർഹർക്ക് മാത്രമേ ഏൽപ്പിക്കാവൂ. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി കാര്യങ്ങളെ ഇടപെട്ട് തീരുമാനിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ
അൻതഹ്കും അതിൽ നീതിപൂർവ്വം ഇടപെടൽ നടത്തണം. ജനങ്ങൾ തീരുമാനിക്കുകയാണ് ഒരു സംവിധാനത്തിൽ, അതാണ് ഒരു വോട്ട് എങ്കിൽ അവിടെ നീതിപൂർവ്വം ഇടപെടൽ ഉണ്ടാവണം. ഇന്നല്ലാഹ നിഅമ്മാ യഅദുകും ബിഹി, അല്ലാഹ് എത്ര നല്ല ഉപദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, അല്ലാഹ് എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ, ബസീറ എല്ലാം കാണുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടം പോലെയൊക്കെ ആവാം എന്നൊന്നും വിചാരിച്ചു പോകേണ്ട, തമ്പുരാനുണ്ട് മുകളിൽ എന്ന് വളരെ കൃത്യമായ സൂറ അൻ-നിസ 58-ാം വചനം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹനെ വഞ്ചിക്കരുത്, റസൂലെയും വഞ്ചിക്കരുത്. വതഖൂനു അമാനാതികും, നിങ്ങൾ ഏൽപ്പിക്കൊണ്ട അമാനത്ത്, ഉത്തരവാദിത്തം, അതിനെ നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല. വഅൻതും തഅലമൂൻ, നിങ്ങൾക്ക് ശരിക്കും ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കരുത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു സൂറ അംഫാൽ 27. അതിന്റെ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആന്റെ ശരിയായ നിലപാട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സാമൂഹിക ക്രമത്തെ പഠിക്കുക, മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുക, നമുക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾ അതിൽ ഉന്നതമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുക, ലോകാടിസ്ഥാനത്തിൽ സംഭവങ്ങളെ നേരെ ചൊവ്വേ പഠിക്കുക. ഇത് ഇസ്ലാം നമ്മോട് ആഹ്വാനം ചെയ്യുന്ന കാര്യമാണ്. യഥാർത്ഥ വിശ്വാസികളായി നിലപാടുള്ളവരായി ജീവിച്ചു മുന്നോട്ട് പോകാൻ അള്ളാഹു തുണക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവികൾ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവന്റെ ഇഷ്ടദാസന്മാരും ദാസിമാരും നാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് നാം ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും തമ്പുരാൻ ശമനം നൽകി എളുപ്പം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. ദുരന്തം അനുഭവിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരന്മാരെയും അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.